മരുതൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരു വായ്മൊഴി മാത്രമേ നമുക്കറിയാൻ പാടുള്ളൂ. പറഞ്ഞു കേട്ട ചരിത്രം അനുസരിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം 2000 വർഷങ്ങൾക്ക് മുമ്പേ എന്നാണ് അന്ന് ഇരുന്ന പൂർവികരായ പ്രായമുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ്. അതിനുശേഷം പണ്ടുള്ള മരുതൂർ പുളിയർത്തല വീട്ടിലെ കാരണവര കൃഷിഭൂമിയായിരുന്നു ഈ ക്ഷേത്ര പരിസരം. ആ കൃഷിഭൂമിയിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലയളവിൽ ആ പുളിയർത്തല വീട്ടിലെ ഒരു കാരണവരെ നമ്മാട്ടി അന്ന് കൃഷി ചെയ്യുന്നത് കാരണവരും കൂടി നിന്നാണ് കൃഷിക്കാരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നത്. ആ കാരണവരുടെ ഒരു നമ്മാട്ടി ഒരു ശിലയിൽ തട്ടുകയും ആ ശില അത് പരിശോധിച്ചപ്പോൾ ഒരു വിഗ്രഹം കണ്ട രീതിയിലാണ് അന്നത്തെ കാരണവർക്ക് തോന്നിയത്. അതിനാൽ അതോടൊപ്പം തന്നെ ഒരു ദേവപ്രശ്നം വയ്ക്കുകയും അത് ശിവലിംഗമാണെന്ന് കണ്ടെത്തുകയും ആ ദേവപ്രശ്നത്തിൻ്റെ വകയായി അതിനോടൊപ്പം ഒരു ക്ഷേത്രം പണിയുവാൻ ദേവപ്രശ്നത്തിൽ അന്നത്തെ ജ്യോത്സ്യൻ ആജ്ഞാപിക്കുകയുണ്ടായി. അതനുസരിച്ച് ഈ ശിവലിംഗം പൊക്കി നോക്കിയപ്പോൾ ഇതിൻ്റെ സൈഡിൽ അന്ന് മൺമട്ടി കൊണ്ട് ഒരു പാട് ഉണ്ട്. ആ പാട് ഇപ്പോഴും വിഗ്രഹത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അത് കഴിഞ്ഞ് ഈ ക്ഷേത്രം പുനരുദ്ധരിക്കുകയും അങ്ങനെ പുനരുദ്ധരിച്ച് ദൈനംദിന നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലയളവിൽ പുളിയർത്തല വീട്ടിലെ ഒരു കാളക്കുട്ടി അവിടുന്ന് കയറുമഴിച്ച് പുളിയർത്തല ഏല എന്ന് പറയുന്ന സ്ഥലത്ത് ആ പാടത്ത് നെല്ലും മിൽക്കത്തിനും കടിച്ച് ഈ ക്ഷേത്രത്തിനകത്ത് വന്ന് കയറി ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുകയും പ്രദക്ഷിണം വച്ചതിന് ശേഷം ആ നടയിൽ വന്ന് ശിലയായി തീരുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം പറയുന്നത്. ആ നന്ദിദേവനാണ് ഇന്നത്തെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ നാട്ടിൽ കേരളത്തിൽ ഇതേപോലെ ഒരു ഒത്ത നന്ദി രൂപം വേറൊരു ക്ഷേത്രത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. പ്രതിഷ്ഠ ചെയ്തിട്ട് ഈ നന്ദിദേവൻ്റെ പ്രതിഷ്ഠ ചെയ്യാൻ കാരണം എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു സങ്കല്പമാണ് ഇത് പ്രതിഷ്ഠിക്കാൻ കാരണം. ഇത് പ്രതിഷ്ഠ നടത്താൻ വേണ്ടി ഞങ്ങൾ നന്ദിദേവന് മാന്നാർ ചെന്ന് ഏർപ്പാട് ചെയ്ത് തിരിച്ചു വന്ന് വരുമ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ഇത് സംഭാവനയായി ചെയ്തു തരാമെന്ന് പറയുകയും അത് അവൻ്റെ സാമ്പത്തിക ഇളവോടുകൂടി ഇത് പണി കഴിപ്പിച്ച് ഭഗവാന് നാട്ടുകാർക്ക് സമർപ്പിക്കുകയും ചെയ്തു.